ഹലോ. അങ്ങനെ 2025 ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ ദിവസമേ നമ്മുടെ കോന്നി ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നേ. അപ്പം ഞങ്ങളും ഇന്നലെ അങ്ങനെ പോയി. അപ്പം നമ്മളങ്ങോട്ട് ചെന്നപ്പം തന്നെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ കുറേ നേരം അത് പുറത്തൊക്കെ ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 80 രൂപ വെച്ച് അങ്ങനെ 2 ടിക്കറ്റ് എടുത്തേ. അങ്ങനെ നമ്മളിപ്പോൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെ ജൂലും ഒക്കെ ഉണ്ട്. ജൂലും ജിൻസിയും ഞാനിവിടെ പോയത്. അകത്തോട്ട് കയറിയപ്പോൾ നമുക്ക് വിശാലമായിട്ടൊരു ഗാർഡനാണ് കാണാൻ പറ്റിയത്. അവരത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പൂക്കളും അങ്ങനെ പല പല കളറിലുള്ള പൂക്കളും അങ്ങനെ വെറൈറ്റി ചെടികളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് പതുക്കെ നടന്ന് കയറുകയും ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഒരു ഓട്ടോ അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് അതേ കയറി ഫോട്ടോ ഒക്കെ എടുക്കും നമ്മൾ കണ്ടേ. അങ്ങനെ നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ ഒക്കെ നടന്ന് കയറിയിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ ആ ഗാർഡൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു. അവിടെ പിന്നെ അവരൊരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്. അതിൽ കയറി നമുക്ക് ഊഞ്ഞാലാടേണ്ടവർക്ക് ആടുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ അങ്ങ് അകത്തോട്ട് കയറിയപ്പോൾ പിന്നെ നമുക്ക് കുറേ സ്റ്റാളുകൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഫർണിച്ചറും അങ്ങനെ ഓരോ കടകളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ വണ്ടികളൊക്കെ ഡെമോയ്ക്കൊക്കെ ഇട്ടേക്കുന്ന ഒരു സ്റ്റാളൊക്കെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ 2-3 ബ്രാൻഡിൻ്റെ വണ്ടികളൊക്കെ അവിടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ബുക്ക് സ്റ്റാളാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വായിക്കാൻ ആഗ്രഹിച്ച കുറേ ബുക്കുകൾ അവിടെ കാണാൻ പറ്റി. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിഞ്ഞത് പിന്നെ ഒരു മൊബൈൽ പ്ലാനറ്റോറിയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോഴത്തേന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ചെന്നത്. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ല. അത് നമ്മൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഫ്ലെക്സുകളൊക്കെ അവിടെ വെച്ചേക്കുന്നതേ കാണാൻ പറ്റുള്ളൂ. പിന്നെ കുറേ സ്റ്റാളുകളൊക്കെ ആൾക്കാർ കഴിഞ്ഞപ്പം പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ അല്ലേ. പിന്നെ നമുക്ക് ജൂലുവിൻ്റെ ഒരു പടം വരയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ പടം വരയ്ക്കുന്ന ഒരാളെ കണ്ടു. അങ്ങനെ കുഞ്ഞിൻ്റെ ഒരു പടം വരച്ചു. ആടെ പേര് ഷാജി എന്നാണ്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ആടെ കോൺടാക്ട് നമ്പർ അവിടെ കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ആൾ നമ്മുടെ കുഞ്ഞിൻ്റെ നല്ലൊരു പടം വരച്ച് തന്നു. അങ്ങനെ കുറേ നേരം നമുക്കവിടെ ഒരു 4-5 മിനിറ്റ് നമുക്കവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ, ഈ പടം വരയ്ക്കാൻ വേണ്ടിയേ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ആൾ നല്ലൊരു പടമാണ് വരച്ച് തന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡിൻ്റെ കുറേ സ്റ്റാളുകൾ കണ്ടു. നമ്മളങ്ങനെ കോളിഫ്ലവറിൻ്റെ ഒരു ബജിയും പിന്നെ ഒരു പാവ് ഭാജിയും മേടിച്ചു. രണ്ടും തരക്കേടില്ലാത്ത ഫുഡായിരുന്നു. നമുക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ച് നേരം അവിടെ നിന്നു. അവിടുന്ന് പിന്നെ നമ്മൾ കയറിയതൊരു കൃത്രിമ വനത്തിലേക്കാണ് കേട്ടോ. ലാസ്റ്റ് ഡേ ആയിരിക്കണം. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞൊന്നുമില്ല. എല്ലാം വാടി ഒക്കെ നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ കിളികളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ കൊത്തിപ്പറക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴാണ് അവർക്ക് പറ്റിയ ഐറ്റംസ് അവിടെ കാണാൻ പറ്റുന്നത്. കുറേ അവർക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ പാർക്കിലൊക്കെ കയറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടാറ്റാ.